നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ, വാരഫലത്തിലേക്ക് നമുക്ക് പോകാം. പ്രത്യേകിച്ച് ഈ വാരം ഉത്സവങ്ങളുടെ, ആചാരങ്ങളുടെ, ആഘോഷങ്ങളുടെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സാമൂഹികമായിട്ട്, ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെയൊക്കെയുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് ഞായറാഴ്ച പൂന്താനം ജന്മദിനമാണ്. അതോടൊപ്പം കുംഭഭരണി ഈ വാരത്തിലാണ്. കുംഭഭരണി ദേവീക്ഷേത്രങ്ങളിലൊക്കെ പ്രാധാന്യമുള്ള കുംഭഭരണി ഉത്സവം. അതുപോലെ ഏഴംകുളം തൂക്കം വളരെ വിശേഷമാണ്. പിന്നെയോ ഉത്രാളിക്കാവ് പൂരം, അത് വളരെ വിശേഷമാണ്. ആ നാട്ടിലെ ജനങ്ങളുടെ ഒരു വല്ലാത്ത ആഘോഷമാണ്. പിന്നെ മന്നം സമാധി ജയന്തി ഈ വാരത്തിലാണ് വരുന്നത്. അതുപോലെ ഏറ്റുമാനൂരപ്പൻ്റെ ഏഴര പൊന്നാന ദർശനം അത് ഈ ആഴ്ചയാണ്. പിന്നെ മണപ്പുള്ളിക്കാവ് വേലകളി വളരെ വിശേഷമാണ്. അതോടൊപ്പം മലയാലപ്പുഴ കൊടിയേറ്റുത്സവം അതും വളരെ വിശേഷമാണ്. എന്തിന്, നമ്മുടെ ഗുരുവായൂർ ഉത്സവം ഈ വാരാന്ത്യമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രസിദ്ധമായിട്ടുള്ള ആനയോട്ടം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ഈ വാരം. നമ്മളെ സാംസ്കാരിക, പൈതൃക, ക്ഷേത്ര, ഉത്സവ, അതോടൊപ്പം മറ്റു കാര്യങ്ങളിലേക്കുള്ള ആഘോഷ, സമർപ്പണ, ഓർമ്മ പുതുക്കലെല്ലാം വരുന്ന ഈ വേളയിൽ നമ്മുടെ ഈ വാരാഘോഷത്തിൻ്റെ കൂടെ നമ്മുടെ സമയവും രാശിസ്ഥിതിയും കൂടി എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആദ്യം അശ്വതി ഭരണി കാർത്തിക കാല് വരുന്ന മേടം രാശി. ഈശ്വരാധീനം നമുക്ക് വളരെ ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സൂര്യൻ്റെ ശുക്രൻ്റെ കാലഹോര സമയത്ത് പുറപ്പെട്ടാൽ പോകുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയും ചെല്ലുന്ന സ്ഥലത്തുള്ള പോസിറ്റീവ് ഗുണങ്ങളും, അതോടൊപ്പം ആ ഒരു എനർജിയിൽ നമുക്ക് പ്രോസസ്സിൽ കൂടുതൽ തടസ്സം വരാതെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂല സ്ഥിതി ഉണ്ടാവും. പ്രത്യേകിച്ച് ശിവഭഗവാന് പുഷ്പാഞ്ജലി, ജലധാര ഇത് ചെയ്യുന്നത് ഉചിതമാണ്. ഈശ്വരാധീന കടാക്ഷം അനുകൂലമാകാൻ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ നടന്നിട്ടുള്ളത് നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ ബാങ്ക് വായ്പ, ചിട്ടി, സ്വർണ്ണപ്പണയ വായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ തിരിച്ചടവും അതോടൊപ്പം ഇൻട്രസ്റ്റും മറ്റു കാര്യങ്ങളിലും വന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. ഗൃഹത്തിനകത്ത് ഉണ്ടായിരിക്കുന്ന ചില നെഗറ്റീവായിട്ടുള്ള രോഗദുരിതങ്ങൾ ചെറുതായിട്ടായിരുന്നാലും കഫത്തിൻ്റെ ശല്യം, ദഹനത്തിൻ്റെ പ്രശ്നം, ഉപ്പൂറ്റി വേദന, പെടലി വേദന, സന്ധിവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില രീതിയിൽ ചെറിയ ഓപ്പറേഷൻ, കീ ഹോള് പോലുള്ള ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥാവിശേഷങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ, ആശ്വാസമാകാൻ ഗുണപ്രദമാകുന്ന ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ തേടുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വരാതിരിക്കുന്നതിന് വിഘ്നേശ്വരന്, ഗണപതി ഭഗവാൻ, ഗണപതി ഹോമം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അമ്പലത്തിൽ ചെയ്യുന്നതും വളരെ ഗുണപ്രദമായിട്ടുള്ള സമയമാണ്. കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ദൈവാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ എതിർപ്പുകൾ, നെഗറ്റീവ്സ് കുറച്ചു കാലം മുൻപേ ഉള്ളത് നമ്മളെ വീണ്ടും വേട്ടയാടുന്ന, ബുദ്ധിമുട്ടിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇത് ജോലിസ്ഥലത്തുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും ബാധിക്കുന്നത്. അവരവരുടെ ജോലിസ്ഥലത്ത് ന്യായമായിട്ടും കിട്ടേണ്ട പരിഗണനയും അർഹമായിട്ടുള്ള സാമ്പത്തിക കാര്യത്തിലും വന്നിരിക്കുന്ന തടസ്സപ്പെടുത്തൽ, നുണയും പാരവയ്പ്പും, ചില ഫോക്കസിൻ്റെ ചില ഭാഗത്തിൻ്റെ മാനേജ്മെൻറ്റ് തലത്തിൽ, പൊളിറ്റിക്സിൻ്റെ തലത്തിലൊക്കെ നമ്മളെ ബലിയാടാക്കാനുള്ള ശ്രമം വീണ്ടും വന്നുകൂടായില്ല. കരുതൽ, ജാഗ്രത വേണം. അതോടൊപ്പം പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ തൊഴിലോ
നമ്മളിപ്പോൾ ചെയ്യുന്നതിൻ്റെ കൂടെ ചെയ്യുന്നതിനുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് അനുകൂലമാണ്, അതിൽ വിജയിക്കാൻ യോഗം കാണുന്നുണ്ട്. രണ്ടാം വിവാഹത്തിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള ഒരു പ്രപ്പോസൽ, നമ്മുടെ കുടുംബവും നമ്മുടെ കാര്യങ്ങളും സാഹചര്യങ്ങളുമായിട്ട് ഒത്തുപോകുന്ന ഒരു നല്ലൊരു പ്രപ്പോസൽ വരാനും അത് ഉറയ്ക്കാനുള്ള ഒരു വാരവും കൂടിയാണ് ഇത്. അത് ഒരു തീരുമാനമെടുക്കാനുള്ള, നടക്കുമെന്നുള്ളതല്ല, ഒരു തീരുമാനമെടുക്കാനുള്ള പോസിറ്റീവായിട്ടുള്ള ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ മുരുകസ്വാമിക്ക് പുഷ്പാഞ്ജലി 3 വെള്ളിയാഴ്ചയെങ്കിലും പുഷ്പാഞ്ജലി ചെയ്താൽ ഈ പറഞ്ഞ തടസ്സങ്ങൾ, കാര്യാദികൾക്കുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു പരിധിവരെ മാറ്റി നമുക്ക് മുന്നോട്ട് പോകാൻ അനുകൂലമാണ്. മകയിരത്തര, തിരുവാതിര, പുണർതത്തിൽ, മുക്കാൽ മിഥുനരാശി. ദൈവ കടാക്ഷം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിർമ്മാണ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം, തൊഴിലാളിയായിരുന്നാലും കോൺട്രാക്റ്റ് ആയിരുന്നാലും എഞ്ചിനീയർ ആയിരുന്നാലും അതാത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില ചലഞ്ചസ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്രതീക്ഷിതമാകുന്ന ചലഞ്ചസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കാം, അത് വർക്കിനെ ബാധിക്കുന്നതായിരിക്കാം, ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ വർക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ ഒന്നിലേക്ക് പോകേണ്ട സാഹചര്യത്തിലായിരിക്കാം. ഇങ്ങനെയുള്ള ചില ചലഞ്ചസാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. അതിനെ ഓവർകം ചെയ്ത് പോകാനുള്ള ഒരു ആർജവത്വം ഉണ്ടായി പറ്റൂ, തളരാൻ പാടില്ല. രണ്ടാമത്, വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഗൃഹത്തിലോ നമ്മുടെ സ്ഥാപനത്തിലോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. മഹാലക്ഷ്മി സാന്നിധ്യം അനുകൂലമാകാൻ വാസ്തുദോഷത്തിൻ്റെ ശാപങ്ങളുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. അതിനെ പഞ്ചശിരസ്, വാസ്തുപൂജ ചെയ്ത് ജപിച്ച പഞ്ചശിരസ് സ്ഥാപിക്കുന്നതും നെയ്ദീപം കത്തിക്കുന്നതും, അത് പൂജാമുറിയിലായിരുന്നാലും സ്ഥാപനത്തിൽ വിളക്ക് കത്തിക്കുന്നിടത്തായിരുന്നാലും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പഞ്ചശിരസ് സ്ഥാപിക്കുക. പുണർദത്തിൽ കാല്, പൂയം, ആയില്യം, കർക്കടക രാശി. ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറമേക്കുള്ള ശത്രുദോഷവും പരിസരത്തുള്ള ഒരു വീട്ടുകാരുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ശത്രുദോഷം. ഈ ശത്രുദോഷമെന്ന് പറഞ്ഞാൽ അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെ, അവരുടെ ചില കാര്യങ്ങൾക്ക് നമ്മൾ വഴിപ്പെടാത്തതിൻ്റെ വാശി, വൈരാഗ്യം എന്ന് വേണമെങ്കിലും കൂട്ടാം. കാരണം ഇതിനു മുമ്പ് 2 തവണ പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചഴിക്കേണ്ട സാഹചര്യം തട്ടിമാറി പോയി എന്നുള്ള ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിൽ രണ്ടാമത്തെ ബന്ധനദോഷം വന്ന സമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട സാഹചര്യം വരെ നമുക്കോ നമ്മുടെ കൂടെ ഉള്ളവർക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കോ ദൈവാധീനം കൊണ്ട് മാറിപ്പോയി. ഇതിലൊരു ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള സാഹചര്യം ഇതിനു മുന്നേ കണ്ടത് ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വീഴ്ചകൾ, ആക്സിഡൻറ്റുകൾ, വണ്ടിയിൽ നിന്നായിരുന്നാലും, പടി ഇറങ്ങുമ്പോഴായിരുന്നാലും, ബാത്റൂമിലായാലും, തലചുറ്റിയായിരുന്നാലും, ജിമ്മിലായിരുന്നാലും, കളിക്കളത്തിൽ വെച്ചിട്ടായിരുന്നാലും ആ വീഴ്ചകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത് ദൈവാധീനം കൊണ്ട് മാറിക്കിട്ടിയെന്നുള്ള. ഇതെടുത്തു പറയാനുള്ള കാരണം, ഈ ഒരു മാസ കാലഘട്ടം കുറച്ച് കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. രോഗാതി ദുരിത ബന്ധന വീഴ്ചകൾ, അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കാതെ മുന്നോട്ട് പോകാനുള്ള ഈശ്വര കടാക്ഷം വേണം. ശിവഭഗവാന്, മഹാദേവന് ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഈ സമയത്ത് ഉചിതമാണ്. ദൈവാധീനം അനുകൂലമാകും. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി. ഗുണകരമായിട്ടുള്ള സമ്മിശ്രമായിട്ടുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇത് കുടുംബ കോടതി വ്യവഹാരത്തിൽ കിടക്കുന്നതായിട്ടുള്ള തർക്ക വിതർക്കങ്ങൾ, പ്രത്യേകിച്ച് വക്കീലിൻ്റെ ഒരു അനാസ്ഥ കൊണ്ട് നീണ്ടു പോകുന്നു, നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നു, ലോസ് വരുന്നു, സാമ്പത്തികം കിട്ടേണ്ടത് കിട്ടുന്നില്ല, മക്കളുടെ കാര്യത്തിൽ തീരുമാനമാണ്, സ്വത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാണ്, കുടുംബ ഷെയറിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുന്നില്ല, ഡിവോഴ്സ് വേണോ വേണ്ടയോ എന്നുള്ള സാഹചര്യത്തിൽ നിൽക്കുന്ന പല കുടുംബ പ്രശ്നങ്ങളും, വ്യവഹാരത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പുറമേക്കൊരു സെറ്റിൽമെൻറ്റിന് വരാനും തീരുമാനത്തിലെത്താനും വഴി തെളിയാൻ ഈശ്വരാനുകൂല്യം കാണുന്നു. പക്ഷേ കുറച്ച് വിട്ടുവീഴ്ച മനോഭാവം നമ്മുടെ ഭാഗത്തുനിന്നും കൂടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്
ത്യാഗമായിട്ട് അല്ലെങ്കിൽ നഷ്ടമായിട്ട് തന്നെ കൂട്ടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നല്ല മാറ്റം ഉണ്ടാകും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഗുണപ്രദമായിട്ട് നേടിയെടുക്കാൻ പറ്റും. ഇവിടെ ലക്ഷ്മി സുദർശന കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം. കാരണം എല്ലാ കാര്യത്തിനും നമുക്കൊരു ഉറച്ച മനസ്സുണ്ടാകണം. ഇത് രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് ഒരു സ്വഭാവം, രാത്രി ഒരു ശരിയായുള്ള തീരുമാനവും ദിശാബോധവും നമ്മളിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. ലക്ഷ്മി നാരായണ സുദർശന കവച മന്ത്രം വളരെ നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും, സഹായകരമായിരിക്കും. ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി. ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കവിതർക്കങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങൾക്കൊരു പുറമേക്ക് സെറ്റിൽമെൻ്റ് ഉണ്ടായി ന്യായമായിട്ടുള്ള പങ്ക്, നീതിയുക്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാനുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. വാഹനമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലൈഫ് കൊണ്ട് ടൂർ ആൻഡ് ട്രാവൽസ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഏത് മേഖലയിൽ വാഹനമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേളകളിൽ അങ്ങനെ ഉള്ളവരെ സംബന്ധിച്ചോളം ചില അധിക ചെലവുകൾ പരമാവധി കുറയ്ക്കാനുള്ള ശ്രമം ഉണ്ടായില്ലെങ്കിൽ വീണ്ടും നമ്മൾ പലിശ കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക്, വായ്പ എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നുകൂടായികയില്ല. ഒരു ശ്രദ്ധ, അക്കൗണ്ടബിലിറ്റി നമ്മുടെ സ്വന്തം സാമ്പത്തിക കാര്യത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി കറക്റ്റ് ചെയ്തേ പറ്റൂ, സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഗൃഹത്തിനകത്ത് ചില പ്രശ്നങ്ങളിൽ വന്നിരിക്കുന്ന നെഗറ്റീവ്, അത് പൂജാമുറി, പ്രാർത്ഥനാമുറി, വിളക്ക് കത്തിക്കുന്ന സ്ഥാനം ഇത് ശരിയല്ലെങ്കിൽ ഈ നെഗറ്റീവ് നമുക്ക് കൂടി വരും. ഇത് പരസ്പരമുള്ള വിശ്വാസത്തെ, സ്നേഹത്തെ, താല്പര്യത്തെ, സന്തോഷത്തെ ഒക്കെ ഹനിക്കുന്ന തരത്തിലേക്ക് വരും. നിസ്സാര കാര്യങ്ങൾ മതി, അസ്വസ്ഥരാകും, ടെൻഷനാകും, ഉറക്കമില്ല, ഭക്ഷണത്തെ വരെ അത് ബാധിക്കും. ഇവിടെ അശ്വാരൂഢ കവചിത മന്ത്രം കലശ പൂജ ചെയ്ത് കലശത്തിലാക്കി അത് തറരക്ഷയായിട്ട് കന്നിരാശിയിലോ കിഴക്ക് ഭാഗത്തോ സ്ഥാപിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ്. നെഗറ്റീവ് മറ്റു കാര്യങ്ങൾ നമ്മളെയോ വീട്ടിലുള്ളവരെയോ അത് ബാധിക്കാതെ മുന്നോട്ട് പോകാൻ സഹായകരമാകും. ചിത്തിരത്തര ചോതി വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി. ഭഗവതി കടാക്ഷം അനുഗ്രഹീതമായിട്ടുണ്ട്. ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട ആത്മാക്കളുടെ പാപശാപബന്ധന ദൃഷ്ടി എന്ന് പറഞ്ഞാൽ പോക്കുവരവ് നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്. ഇത് നമ്മുടെ കാരണം കൊണ്ടല്ല, കുറച്ച് വളരെ പഴക്കമുള്ളതാണ്. ഒരു കുഞ്ഞിൻ്റെ, കന്യാവിൻ്റെ ഉണ്ട്, മുതിർന്ന ആളുടെ ഉണ്ട്, സൂയിസൈഡ് ചെയ്തതോ വെള്ളത്തിൽ വീണതോ ആക്സിഡൻറ്റ് മരിച്ചതോ അങ്ങനെയൊക്കെയുള്ള ദുർമൃതി, ശാപപാപ ബന്ധന ദോഷങ്ങൾ എന്നെ മറന്നോ എന്നുള്ള ചോദ്യവുമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇതിന് നിവർത്തി സായുജ്യ പരിഹാര സമർപ്പണ ക്രിയ ചെയ്ത് ലക്ഷ്മീനാരായണ പൂജയും ചെയ്ത് തിലഹോമം ചെയ്ത് സപ്തശുദ്ധി, ത്രിശുദ്ധി ഉപചാര സമർപ്പണങ്ങളും നടത്തി ത്രിഭൂഷണത്തിൽ സമർപ്പിച്ച് വിഷ്ണുപാദത്തിലേക്ക് മോക്ഷ സായുജ്യ പ്രക്രിയ നമ്മൾ ചെയ്യും. ചന്ദ്രക്കല, താലി, നാമം, പൊട്ട് ഈ ത്രിഭൂഷണത്തിലേക്ക് ഉപചാര സമർപ്പണം ചെയ്ത് ത്രിശുദ്ധി ചെയ്ത് സമർപ്പിച്ചാൽ ഒരു പരിധിവരെ ഈ വക ദോഷങ്ങൾ നമ്മളെയോ വരും തലമുറകൾ ബാധിക്കാതെ മുന്നോട്ട് പോകാൻ ദൈവാധീനം അനുകൂലമായിട്ട് വരും. വിശാഖത്തെക്കാൾ അനിഴം കേട്ട വൃശ്ചികരാശി. ഇവിടെ സന്താനഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് പലതരത്തിലുള്ള പൂജകളും സമർപ്പണങ്ങളും ട്രീറ്റ്മെൻറ്റുകളും ചെയ്തിട്ട് IVF വരെ പരാജയപ്പെട്ട് 4 വർഷമായി 5 വർഷമായി കുട്ടികളില്ല സങ്കടപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ചോളം സ്വന്തം ഒരു സന്താന യോഗഭാവം, പുത്രഭാഗ്യം, പുത്രിഭാഗ്യം അത് ദൈവം തരുന്ന ഏതായിരുന്നാലും അനുകൂലമാകാനുള്ള ഈശ്വരാധീനമുള്ള വാരഫലമാണ് കാണുന്നത്. ഇതിനെ വ്രതശുദ്ധിയോടുകൂടി ഭാഗ്യസൂക്ത ഹോമം ചെയ്ത് ഉപചാര സമർപ്പണം ചെയ്ത് സപ്തശുദ്ധി മന്ത്രത്താൽ സപ്തസമിത്തുകൾ ഹോമം ചെയ്ത് സന്താനഭാഗ്യത്തിന് വേണ്ടിയിട്ട് ചതുർദാന സമർപ്പണ ക്രിയ ചെയ്ത് ബ്രഹ്മീഘൃതം ജപിച്ച് സേവിക്കുക. ബ്രഹ്മീഘൃതം ജപിച്ചത് 11 ദിവസം സേവിക്കുക. തീർച്ചയായിട്ടും 3 മാസത്തിനകത്ത് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഫലം ഉണ്ടാകാൻ നമുക്ക്, നമ്മുടെ കുടുംബത്തിന്,
സന്തോഷമായിട്ടുള്ള ഐശ്വര്യലക്ഷണം ഉണ്ടാകാൻ ദൈവാധീനം സഹായകരമാകുന്ന സമയം. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണുന്നവരെ സംബന്ധിച്ചോളം നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യം നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങിപ്പോകുന്ന നല്ലൊരു കുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അതോടൊപ്പം ഒത്തിരി നാളായിട്ട് ഏജ് ഓവറായിട്ട് പോയിരുന്ന എൻ്റെ മകൾക്കൊരു കല്യാണ ബന്ധങ്ങൾ പലതും വരുന്നു, ഉറയ്ക്കുന്നില്ല, പൊയ്ക്കൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു, ഒരു കാരണവുമില്ലാതെ. അവളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് കുട്ടികളായി. എൻ്റെ മോക്കെന്താ ഈ തരത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ഫാമിലിയെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ശരിയായിട്ടുള്ളൊരു ബന്ധം, സ്വഭാവശുദ്ധിയും കാര്യങ്ങളും ഉത്തരവാദിത്വമുള്ള നല്ലൊരു ചെക്കനെ കണ്ടെത്തി കാര്യങ്ങൾ മംഗല്യ യോഗത്തിലേക്ക് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. മഹാലക്ഷ്മി സ്വയംവര കവചമന്ത്രം ഗൃഹത്തിൽ വെച്ച് 11 ദിവസം 11 ചൊവ്വാഴ്ച മംഗല്യദീപം നെയ്യൊഴിച്ച് നാരങ്ങാ ദീപം ചെയ്യുന്നത് ഈ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാകും. മംഗല്യഭാഗ്യം അനുകൂലമായി ഉറച്ച് നടക്കാനുള്ള യോഗം പ്രത്യേകിച്ച് ഈ വാരഫലത്തിൽ പോസിറ്റീവായിട്ട് കാണും. മൂലം, പൂരാടം, ഉത്രാടത്തേക്കാല് ധനുരാശി. ധനുരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഓരോരോ നെഗറ്റീവ്സ് നമ്മുടെ വീട്ടിലോ സ്ഥാപനത്തിലോ വന്നിരിക്കുന്നത് കണ്ടെത്തി വരും വരായികളുടെ നെഗറ്റീവ്സ് സിംറ്റങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ലക്ഷണങ്ങളാണ്, നിമിത്തങ്ങളാണ്. നിരന്തരം ചില്ലുടയുക, പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കുന്നതോ ഗ്ലാസിൻ്റെയോ ജനലിൻ്റെയോ അഗ്നിദോഷങ്ങൾ ഉണ്ടാകുക, കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അരി വടിക്കുമ്പോഴോ ഈ തരത്തിലുണ്ടാകുന്ന പെറ്റുകൾ ചത്തുപോവുക, നമ്മളെ ഏറ്റവും ഓമനകളായിട്ടുള്ള പെറ്റുകൾ, ഇതൊക്കെ നമ്മുടേതായിട്ടുള്ള ദോഷങ്ങളെ നമ്മളെ ഹരിക്കേണ്ട, നമ്മളെ ദോഷിപ്പെടുത്തേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളുടെ സിംറ്റങ്ങളാണ്. അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ ഈ വക ദോഷങ്ങൾ ശാപങ്ങളായിട്ടും ബന്ധനങ്ങളായിട്ടും ബ്ലോക്കുകളായിട്ടും നമ്മളെ കരിയറിനെ, നമ്മുടെ കാര്യങ്ങളെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ എടുക്കും. ഇവിടെ ധനുരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അഘോര കവച മന്ത്രം ജപിച്ച കലശം അത് കന്നിരാശിയിൽ സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഗൃഹത്തിൽ പൂജാമുറിയിൽ വെച്ചിട്ട് നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് വരുന്ന മേടം 10 വരെ, ഏപ്രിൽ 24 വരെ അത് ശ്രദ്ധിക്കേണ്ട. ഈ നെഗറ്റീവ് പ്രശ്നങ്ങൾ നമ്മളെ ദോഷപ്പെടുത്താൻ വരാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണെന്നുള്ളതാണ് കാണുന്നത്. ഉത്രാടത്തിമുക്കാൽ തിരുവോണം, അവിട്ടത്തര മകരരാശി. മകരരാശിക്കാരെ സംബന്ധിച്ചോളം സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിലുണ്ടായിട്ടുള്ള താല്പര്യവും ഉത്സാഹവും കാണുമ്പോഴത്തേക്ക് വീട്ടുകാര്യത്തിൽ, സ്വന്തം കാര്യത്തിൽ അതിൻ്റെ 4-1 പോലും ഇല്ലാത്തതിന് ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ, അത് വീട്ടിനകത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനക്കാരുടെയും ഉത്സാഹമാണ് സഹായിക്കാൻ പോവുക എന്നുള്ളത്. അത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് പോലും ഫോൺ വന്നാൽ നമ്മൾ പകുതിയാക്കിയിട്ട് ഇട്ടോടുന്ന അവസ്ഥ, പോക്കറ്റിൽ നിന്ന് ഇല്ലാത്ത സാമ്പത്തികം കണ്ടെത്തി കൊടുക്കുന്ന, സഹായിക്കുന്ന, ഇതെല്ലാം നമുക്ക് തിരിച്ചടി കിട്ടുന്ന സാഹചര്യം. പക്ഷേ നമ്മളെ സഹായിക്കാൻ ഇതുവരെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പം ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് ഓരോരോ പ്രശ്നങ്ങൾ, അത് നിസ്സാര കാര്യങ്ങളിലാണ് ഈ സൗന്ദര്യപ്പിണക്കം വരുന്നത്. ഫോൺ എടുക്കാൻ ലേറ്റായാലും മതി, വേറെ യാതൊരു കാരണവും വേണ്ട. അപ്പം മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വക അസ്വാരസ്യങ്ങൾ കുറച്ച് കൂടുതൽ വരുന്ന സമയം. അത് നമ്മളായിട്ട് തന്നെ 2 കൈ ചേർന്നടിച്ചാലേ ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞത്. ഏതെങ്കിലും ഒരു ഭാഗം ക്ഷമാശീലത്തോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ അത് കുട്ടികളുടെ ഭാവിയും കൂടെ ബാധിക്കും. ഞാനാണ് ശരി എന്നുള്ള ആ ഭാവം നമ്മൾ തണുപ്പിച്ചെടുത്തേ പറ്റൂ. നമ്മൾ പറയുന്നതും അവർ പറയുന്നതും കേൾക്കേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടാ, ഇല്ല, അത് കേൾക്കേണ്ട സാഹചര്യം തന്നെയാണ്. ഇവിടെയാണ് മുരുകസ്വാമിയുടെ അനുഗ്രഹാശിസുകൾ നമുക്ക് കുടുംബത്തിനും വരേണ്ടത്. ഭഗവാനെ 3 വെള്ളിയാഴ്ചയെങ്കിലും പാലഭിഷേകം ചെയ്ത് 3ാമത്തെ വെള്ളിയാഴ്ച പാൽപ്പായസം നിവേദ്യം ചെയ്ത് സഹസ്രനാമ പുഷ്പാഞ്ജലിയും ചെയ്യുന്നത്, ഈ വക അസ്വാരസ്യങ്ങൾ, ഐക്യമത്യ, സംവാദ സൂക്ത, ഉപചാര സമർപ്പണം ചെയ്യുന്നതും മുരുകസ്വാമിക്ക് അതിൻ്റെ ഗുണമുണ്ടാകും, യാതൊരു സംശയമില്ല. അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്ന, കായികപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം
നല്ല 2-3 ഓപ്പർച്യൂണിറ്റി വരാനും അതിൽ നമ്മളുടെ കഴിവും സാഹചര്യവും അനുകൂലമാക്കി സക്സസ് ഉണ്ടാകാനും ദൈവാധീനം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സീരിയൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ടെലിവിഷൻ ചാനൽ സീരിയൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അതോടൊപ്പം തന്നെ കലാപരമായിട്ടുള്ള ഫീൽഡിൽ ഡാൻസ് അല്ലെങ്കിൽ സംഗീതം അല്ലെങ്കിൽ നൃത്തം ആ തരത്തിൽ പല മേഖലയിൽ നിൽക്കുന്നവർക്കും നിറയെ ഓപ്പർച്യൂണിറ്റി വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് ഈ മേഖലയിൽ കോമ്പറ്റീഷൻ ഒരു സത്യമാണ്. അത് പരസ്പരമുള്ള അസൂയയും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും സ്വാഭാവികമാണ്. അപ്പോൾ ഇതിനെ മറികടക്കണം എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇവിടെ രക്തപുഷ്പാഞ്ജലി ദേവി സാന്നിധ്യത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അത് 3 ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഗുരുതി പുഷ്പാഞ്ജലിയോ രക്തപുഷ്പാഞ്ജലിയോ ചെയ്യുന്നത് ഈ വക നെഗറ്റീവ്സ് നമ്മളെ ബാധിക്കാതെ മുന്നോട്ട് പോകാൻ ഭഗവതി കടാക്ഷം അനുകൂലമാണ്. പുരുരുട്ടാതി 4, ഉത്തരട്ടാതി, രേവതി, മീനം രാശി. ഇവിടെ ഈശ്വരാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങളിൽ ശരിയായിട്ടുള്ള തീരുമാനമെടുക്കാത്തതിൻ്റേതായുള്ള വൈമുഖ്യം, വൈമനസ്യം, തെറ്റിദ്ധാരണ എന്ന് പറയാം. ഇത് ഏറ്റവും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ബന്ധങ്ങളെ, സുഹൃത്ത് ബന്ധങ്ങളെ, ആ ട്രസ്റ്റിനെ, ഇത് വ്യാപാര സ്ഥാനത്തായിരുന്നാലും വ്യവസായ സ്ഥാനത്തായാലും വിദ്യാഭ്യാസ കാര്യത്തിലായിരുന്നാലും പ്രാദേശികമായിട്ടുള്ള കാര്യത്തിലും ആ ബന്ധങ്ങളെല്ലാം ബ്രേക്കപ്പ് ആകുന്ന അവസ്ഥയുണ്ട്. പെട്ടെന്ന് ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല, എന്തിന് മൊബൈൽ പോലും ബ്ലോക്ക് ചെയ്തിരിക്കും. അപ്പോൾ ആ ബ്രേക്കപ്പ് വരുമ്പോൾ നമ്മളെ സ്വകാര്യതയെ അത് നല്ല രീതിയിൽ ബാധിക്കും. പഠിക്കുന്നവരുടെ കാര്യത്തിൽ പഠനത്തെ ബാധിക്കും. തൊഴിൽ ചെയ്യുന്നവരുടെ കാര്യത്തിൽ അങ്ങോട്ട് പോകണോ വേണ്ടതെന്നുള്ള വെറുപ്പ് തോന്നും. എന്തിന് ഉറക്കം, ഭക്ഷണം എന്ന് വരെ ബാധിക്കും. അപ്പോൾ ഈ ബ്രേക്കപ്പ് ആയ ബന്ധങ്ങൾ തിരിച്ചു വരാൻ കുറച്ച് കാലതാമസം എടുക്കും. പക്ഷേ ഇതിനെ ഓവർകം ചെയ്ത് നമ്മുടേതായിട്ടുള്ള നെഗറ്റീവ്സ് മാറ്റി നമ്മുടെ ലോസ് നമ്മൾ തിരിച്ചു പിടിച്ചേ പറ്റൂ. അത് പ്രേമബന്ധമായിരുന്നാലും ചില കുടുംബ ബന്ധമായിരുന്നാലും, എന്തിന് വസ്തു ഇടപാടിൽ അല്ലെങ്കിൽ വസ്തു സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഗൃഹത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിലായിരുന്നാലും, അതിര് തർക്കമായിരുന്നാലും, വഴിയുടെ പ്രശ്നമായിരുന്നാലും, ന്യായമായിട്ടുള്ള കുടുംബ സ്വത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഈ വക ബ്രേക്കപ്പുകൾ നമ്മൾ ഒഴിവാക്കിയെടുക്കണം. അതിന് ഒരേ ഒരു കാരണം, ഐക്യമത്യ ഉപചാര സമർപ്പണ ക്രിയ ശിവഭഗവാന് ചെയ്ത് ഐക്യമത്യ സൂക്താർച്ചന 11 ദിവസം മുടങ്ങാതെ ചെയ്ത് 11ാമത്തെ ദിവസം ശിവഭഗവാൻ ജലധാര നടത്തി കൂവളമാല ചാർത്തി ഭഗവാന് നിവേദ്യം സമർപ്പിക്കുക. അതിൻ്റേതായിട്ടുള്ള അനുകൂല സ്ഥിതി ഉണ്ടായി ഈ വക തെറ്റിദ്ധാരണയും മറ്റ് ചില ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന നുണയും പാരവെപ്പും പ്രശ്നങ്ങളും നമ്മുടെ ബന്ധങ്ങളെ തകർക്കാനുള്ള ഗൂഢശ്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി പഴയ രീതിയിൽ റിലേഷൻഷിപ്പ് തിരിച്ചു വരാനുള്ള ഈശ്വരാധീനം നമുക്ക് കാണുന്നുണ്ട്. സാക്ഷാൽ മഹാദേവന് ഈ സമർപ്പണം ചെയ്യാം. ഇന്നിവിടെ വാരഫലം നമുക്ക് തീരുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച